മുഴക്കോല് കൊണ്ടളക്കുന്നതിൽ ചുരുക്കുന്നതും സുഹൃത്തുക്കളെ വൻ കുറ്റമിൽ എണ്ണുന്നതും അവയ്ക്കുള്ള ശിക്ഷയും കേൾക്കണോ അത് അടിമുതൽ ചെവിയോളമുള്ള വിയർപ്പിലാ നില മഹ്ശറിൽ. മുഴക്കോല് കൊണ്ട് സ്പീഡിലായി അളക്കുന്ന സമയം ചിലപ്പോൾ കുറയുവാൻ മതിയെന്ന അതുകൊണ്ട് സൂക്ഷിച്ചാകണേ അളക്കേണ്ടത്. അല്ലാതെ വന്നാലാണ് കൈ കടിക്കേണ്ടത്. നീ വാടകയ്ക്കെടുക്കുന്നതേതും ഉടമകൾ അറിയാതെ കൈമാറുന്നതും വൻചതിവുകൾ. അതുപോലെ തന്നെ വ്യവസ്ഥ ചെയ്തതിനെതിരായി പെരുമാറലും ഗണിക്കുന്നതാവൻ കുറ്റമായി. ഇതുപോലെ കുറ്റം തന്നെ അതിരുന്ന് തോണ്ടലും അളന്നിട്ട് അതിർത്തിയിൽ നിന്ന് കല്ലുകൾ മാറ്റലും ആരോ കവർച്ച നടത്തി ഒരു ചാൺ ഭൂമിയും കുഴിക്കേണ്ടതായി വരും നാളെ അവനാ ഭൂമിയും കുഴിക്കുന്നതേഴാം ഭൂമിയോളം വേണ്ടതാ. അത് മാല പോലെ കടുത്തിലും ചുറ്റുന്നതാ. ഇത് നീ ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. ശൈഖാനി റിപ്പോർട്ടുള്ളതായി തെളിയുന്നതാ. ഇതുപോലെ പൊതുവഴി നീ കവർന്നെടുക്കുന്നത് വൻകുറ്റമാ ജനദ്രോഹമാണ് അതിലുള്ളത്. കൂടാതെ നീ മാർഗതടസ്സം ചെയ്യലും വൻകുറ്റമിൽ ഉൾപ്പെട്ടതാ നിയമത്തിലും. ഖാലിയത്തിൽ നീ നോക്കിയാൽ കാണുന്നതാ. 16:2 വ്യക്തമായി പറയുന്നതാ. നടക്കുന്ന വഴിയിൽ നിന്നുപദ്രവമുള്ളത് നീക്കേണ്ടതാണെന്നാണ് നബി പറയുന്നത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഉരുളൻ കല്ലുകൾ റോഡിൽ നിരത്തിയിടുന്നു പൊതുജനദ്രോഹികൾ. അതിനാൽ ഗതാഗത സ്തംഭനം തന്നെ വിടയും. ഇത് വലിയ നേട്ടം എന്ന ഗമയാ പിന്നെയും. അതുകൊണ്ട് പൊതുജനം എത്രയോ വലയുന്നു. കൂടാതെ പല നഷ്ടവും വരുത്തുന്നു. ഇത് വലിയ പാപം എന്നവർ ഓർക്കാത്തത് ദീനിൻ്റെ അജ്ഞത കൊണ്ട് മാത്രം തന്നത്. റബ്ബിൻ്റെ മുമ്പിൽ നാളെ മറുപടി പറയണം. പറയാതെ ചുവടടി നീക്കലില്ലെന്നോർക്കണം. അതുകൊണ്ട് മേലിലൊരിക്കലും ഈ തെറ്റുകൾ ചെയ്യാതിരുന്നാൽ കിട്ടുമേ പല സീറ്റുകൾ. ജനസേവനം ചെയ്യുന്നതേറ്റം മെച്ചമാ. ജനദ്രോഹമുള്ളത് കൊണ്ടതെല്ലാം നഷ്ടമാ. മരനട്ട് വളം ചെയ്തത് വളർത്തു നീ മാന്യന. ചൂടുവെള്ളം കോരിയാൽ നീ ഹീനന. ശപിക്കും ജനങ്ങൾ നിന്നെ ഇത് കൊണ്ടെന്നും. കൂടാതെ കൈകടിക്കേണ്ടതായി വരും അന്നും. മൻസൂർ ഇബ്നു സക്കീയ് താൻ കരയുന്നതായി തനിക്കന്ന് മൗത്തിൻ്റെ അവസരം സംജാതമായി. ഇതുകൊണ്ടൊരാൾ ചോദിച്ചു, എന്താ തങ്ങളെ വ്യസനത്തിലാക്കുന്നുണ്ട് കണ്ടിത് ഞങ്ങളെ? കാണാത്ത സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്, അറിയാത്ത വഴിയിലുമാണ് ഞാൻ ചെല്ലുന്നത്. ആ ചിന്ത കൊണ്ടാണിന്ന് ഞാൻ കരയുന്നത് എന്നും പറഞ്ഞതിൽ പിന്നെയാ മരിക്കുന്നത്. മൗത്തിൻ്റെ ശേഷം കണ്ടു 4-ാം ദിവസമിൽ ചോദിച്ചു മകനും തൻ്റെ സ്ഥിതിയും സ്വപ്നമിൽ. അപ്പോൾ അവർ പറയുന്നതായി മകനോട്, റബ്ബിൻ്റെ ചോദ്യം വന്നടാ എന്നോട്. വയസ്സ് 70 ഞാൻ നിനക്കായി തന്നത്, അതുകൊണ്ട് അമലുകൾ എന്തു ചെയ്താ വന്നത്? ഞാൻ ചെയ്തു റബ്ബേ ഹജ്ജ് കർമ്മം 30, കൂടാതെ നോമ്പ് അനുഷ്ഠിച്ചു വർഷം 60. ഈ നോമ്പ് കാലം രാത്രി നീണ്ട ഖിയാമിലും അതുപോലെ നീണ്ട റുകൂഇലാണ്ട് സുജൂദിലും. പിന്നീട് 40,000 ഞാൻ ധർമ്മവും കൊടുത്തിട്ടും ഉണ്ട്, നടത്തി 40 യുദ്ധവും. അപ്പോൾ ഇലാഹെന്നോട് നിന്നിൽ നിന്നും സ്വീകാര്യമായിട്ടില്ല ഇവയിൽ ഒന്നും. സമ്പാദ്യമെല്ലാം നഷ്ടമായി എന്നോർത്ത് സ്തംഭിച്ചു ഞാനും നിന്ന് കൽപ്പന പാർത്ത്. എന്നിട്ട് ജല്ല ജലാലവൻ വിളിച്ചെന്നെ ശിക്ഷിക്കുവാൻ ഉദ്ദേശമില്ല നിന്നെ. എനിക്കുള്ള കറമിൽ പെട്ടതല്ല നിന്നെയും ശിക്ഷിക്കലും. ആർക്കാണ് സാമ്യം അവരെയും? നിനക്കോർമ്മയുണ്ടോ ഒരു ദിനം നീ അന്ന് നടപ്പാതെ ശുദ്ധി വരുത്തി ചെളിയിൽ നിന്ന് നടക്കുന്നവർക്കതിലുള്ള അസഹ്യം ദുരിതവും നീക്കിക്കളഞ്ഞതിൽ വന്ന് ജനസന്തോഷവും. അത് കാരണം നിനക്കെൻ്റെ കരുണ കടാക്ഷവും നൽകുന്നിതാ നിനക്കെന്ന് എൻ്റെ പൊരുത്തവും.
ഗുണം ചെയ്തവന് ഞാൻ പ്രതിഫലം നൽകുന്നതാ, ഒരു കാലവും ഞാൻ അവന് പാഴാക്കാത്തതാ. ഇത് റൗനക്കിൽ നീ നോക്കിയാൽ കാണുന്നതാ, 18-ലാണെന്നുള്ളതും ഓർക്കേണ്ടതാ. ഗതാഗതത്തിന് ശല്യമുണ്ടാക്കുന്ന സുഹൃത്തുക്കൾ ഇത് ശ്രദ്ധിച്ചിരുന്നാൽ നന്ന. യാ റബ്ബന നിനക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ തൗഫീഖ് താ, അതിനാൽ പൊരുത്തം കിട്ടുവാൻ. അതിരറ്റ ഗുണവും നിന്റെ നബിമേലെന്നും ചെയ്യണമേ അസ്ഹാബിനും ആലിനും.